ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അമ്മയും പപ്പയും കൂടിയിട്ട് മാന്നാർ പോകുന്നുണ്ട്. അമ്മയുടെ ചേച്ചിമാരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 2 ചേച്ചിമാരുണ്ട്. അവർ രണ്ടുപേരും മാന്നാറാണുള്ളത്. കൂടെ പോണത് അമ്മയുടെ ഫാദറാണ്. അപ്പോൾ അച്ഛൻ ഇതേപോലെ ജാൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്, പ്രിൻസിപ്പളായിട്ട്. ഫാദറാണ് കേട്ടോ. കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ചേച്ചിയുടെ 2 മക്കളുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടിയിട്ടാണ് കാറിൽ പോണത്. അപ്പം നല്ലൊരു യാത്രയുണ്ട്. അമ്മ എവിടെ പോവാ? കുറേ നാൾക്ക് ശേഷമാണ് അമ്മ ചേച്ചിമാരുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം അമ്മയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ പുറത്തിറങ്ങിയില്ല, അകത്ത് തന്നെ ഇരുന്നു. പിന്നെ സുധേൻ്റെ വീട്ടിൽ നിന്ന് അരമുറി ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും അവർ പോകുമ്പോൾ ഇവിടെ ടാറ്റ ബൈ ബൈ സി യു പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞാവയാണ് കേട്ടോ. അവൾ ആര് വന്നു കഴിഞ്ഞാൽ ഒരു ടാറ്റ ബൈ എങ്കിലും പറഞ്ഞ് കൈയെങ്കിലും പൊക്കി കാണിച്ചിട്ട് അവരെ വിടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവർ വണ്ടി റിവേഴ്സൊക്കെ എടുത്ത് ഇതേപോലെ പോയി. അപ്പോഴത്തേനും മഴ ചെറുതായിട്ടേ ചാറുന്നുള്ളായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ അങ്ങ് പോയിട്ട് ഇനി അവരെ അങ്ങ് തുറന്നു വിട്ടേക്കാം, പാവല്ലേ. സെമിനാച്ചൻ പിന്നെ ഉച്ചയ്ക്ക് കട തുറക്കുന്നുള്ളെന്ന് പറഞ്ഞു. കാരണം സിമുക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കണം. അപ്പം ഒരാളും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് നാളെ വല്ലതും വേവിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിനി സമയമില്ല വേവിക്കാൻ. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ആവുകൊണ്ട് നമുക്ക് നാളെ ഇതെടുക്കാം. ഇപ്പം നമുക്കിതുകൊണ്ട് അടുക്കളയിൽ വെക്കാം. പിന്നെ പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടോ. നല്ല മഴയുടെ കോളും ഇതുമൊക്കെയാണ്. ഇതോ പോകുന്നു നമ്മുടെ കോഴിയെ റാഞ്ചി കൊണ്ടുപോയ മെയിൻ വില്ലൻ. ഇവരെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും. നല്ല കനമുണ്ട്. രാവിലെ ഉപ്പുമാവും പഴവും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. കുറച്ച് ബാക്കിയുണ്ട്, അത് നമുക്ക് പിന്നെ കഴിക്കാം. അപ്പം രാവിലെ മീൻകടയിൽ പോയിട്ട് തേട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തേട് ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. സോ അമ്മ ഈ മീൻ വെട്ടാൻ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് അമ്മ തേടൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അമ്മ കട്ട് ചെയ്തെല്ലാം ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടാണ് പോയത്. തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അമ്മ രാവിലെ ഒരുങ്ങിയത് സിമുക്കുട്ടി കണ്ടു. അപ്പോൾ അവൾ വിചാരിച്ചു ഞങ്ങൾ എവിടാണ്ട് കറങ്ങാൻ പോകുന്നത്. നമുക്ക് കറങ്ങാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇയാളുടെ വിചാരം എന്ന് വെച്ചാൽ എവിടാണ്ട് കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. പോടി നീ വീഡിയോ എടുക്കാതെ. ഞാൻ മീനെ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, മറന്നുപോയി. വരൂ മക്കളുമാരി, വരൂ വരൂ. ഇനി പണികളെല്ലാം കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പാത്രമൊക്കെ കഴുകി അടുക്കളയുടെ ആ ഭാഗമൊക്കെ ഒന്ന് നല്ലതായിട്ട് നീറ്റാക്കി ഇട്ടിട്ട് കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് തേങ്ങ പൊതിക്കാം. ഇത് നമ്മുടെ വീട്ടിലെ തെങ്ങിൽ നിന്നുള്ള തേങ്ങ കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സാധനം വെച്ചിട്ട് തേങ്ങ പൊതിക്കാൻ ഒട്ടും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ തേങ്ങ പൊതിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ എക്സ്പേർട്ട് ആയതാണ്. ഇപ്പം എത്ര തേങ്ങ വേണമെങ്കിലും ഞാൻ പൊതിക്കും. ഞാൻ അടുക്കളയിൽ എന്ത് പണി ചെയ്താലും എൻ്റെ കുഞ്ഞാവ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ വന്നതാണ് കേട്ടോ. അപ്പം അവൾക്കിങ്ങനെ ടി വി ഇട്ടുകൊണ്ടിരുന്നപ്പം സെമിനാച്ച പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ കുറേ ഡാൻസൊക്കെ കളിയായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. നല്ല വെയിലുണ്ട് പുറത്ത്. അപ്പം നമുക്ക് മുളക് ഇതേപോലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് വെയിലില്ലാത്തത് കൊണ്ട് മുളകിടാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഡാൻസ് കളിച്ച് ഞാൻ കുഴഞ്ഞ്. ചെറിയൊരു വെയിലേ ഉള്ളേ. ഇവിടെ ചെറിയായിട്ട് നനവുണ്ട്. ഇവിടെ കുഴപ്പമില്ല. മേളിൽ പോയിട്ട് താഴെ വന്നപ്പോഴേക്കും ചൂടെടുത്ത് മനുഷ്യൻ ചത്തെന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ വെള്ളമൊക്കെ കുടിച്ചു. തേങ്ങാവെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പച്ചവെള്ളം കുടിച്ചങ്ങ് വയറ് നിറച്ചതുകൊണ്ട് തേങ്ങാവെള്ളം ഞാൻ കുടിച്ചിലെടുത്ത് കളഞ്ഞു. ഒരാൾ കരയുന്നുണ്ട്. തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ സിമുക്കുട്ടി കരഞ്ഞ കേട്ടോ. അങ്ങനെ ഞാൻ അവളുടെ അടുത്തോട്ട് വന്നതാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്തു. ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല, എങ്കിലും ഞാൻ കൈയൊക്കെ പിടിച്ചിങ്ങനെ വെച്ചൊക്കെ കൊടുത്തു. അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി സിമുക്കുട്ടിക്കുള്ള കിച്ചടി ആക്കണം. കറക്റ്റ് 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കിച്ചടി ആക്കും. അവൾക്ക് വേണ്ടിയിട്ടുള്ളത് അവൾക്കൊരു 11:30 ടൈമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അവൾക്ക് വേണ്ടിയിട്ടുള്ള കിച്ചടി നമ്മൾ ഉണ്ടാക്കി. കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന ഓട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ നമ്മൾ ഇതേപോലെ ക്യാരറ്റ് പിന്നെ ബീൻസ് കോളിഫ്ലവർ അതൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ ചുമയ്ക്കുന്നത് കൊണ്ട് നമ്മൾ അതൊക്കെ മാറ്റി ഇപ്പോൾ ഓൺലി ക്യാരറ്റ് മാത്രമേ നമ്മൾ ഇടത്തുള്ളൂ. അപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ്
ഒരു ചെറിയ കുക്കറിലാണ് അവൾക്ക് എപ്പോഴും നമ്മൾ കിച്ചടി ആക്കുന്നത്. അപ്പോൾ ഒരു നേരത്തേക്ക് മതിയല്ലേ. അങ്ങനെ അതെല്ലാം അരിഞ്ഞിട്ടിട്ട് പിന്നെ അരിയും പരിപ്പും മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ്, നെയ്യ്, വെള്ളം ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊരു കുക്കറിൽ അടച്ച് ഇതേപോലെ ഗ്യാസിൽ നമ്മളങ്ങ് വേവിക്കാനായിട്ട് വെക്കും. ഒരു 4 സീറ്റ് വരെ നമുക്ക് വേവിക്കാം. കരണ്ട് പോയി ഗൈസ്, കരണ്ട് പോയി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കരണ്ട് വന്നു. അപ്പം ദൈവമേ നന്ദിയെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് അരപ്പായിരുന്നു. അങ്ങനെ അരച്ച ആ ഒരു മിക്സ് ഞാനാണെങ്കിൽ നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ തക്കാളിയും നമ്മുടെ വടക്കംപുളിയാണ് ഞാൻ ഇടുന്നത്. മറ്റേ പിഴുപുളിയും ചേർക്കാൻ ഞാൻ വടക്കംപുളിയാണ് ഇട്ടത്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇതിലേക്കുള്ള അരപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സിമുക്കുട്ടിയുടെ കിച്ചടി. ഇനി 2 സീറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അടിക്കണം. ഒന്നല്ല, ഇനി 2 സീറ്റ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവളുടെ ഓഫ് ചെയ്യാം. അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അരപ്പൊക്കെ ഇതേപോലെ തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പം അടുപ്പ് കത്തിക്കാൻ നോക്കിയപ്പോൾ വിറകില്ല. അങ്ങനെ ഞാൻ വിറക് പുരയിലോട്ട് വന്നതാണ്. അകത്ത് കയറാം, ബാക്കിൽ കൂടെ എടുക്കാൻ നോക്കിയതാണ്. ഇത് 2 മതി കേട്ടോ. വിറക് നല്ലതായിട്ട് അങ്ങ് കത്തിയായിരുന്നു. ഞാൻ പിന്നെ ചട്ടി കൊണ്ടുവച്ച് ഒന്ന് അടച്ചങ്ങ് വെച്ചു, അല്ലെങ്കിൽ പുക കയറുമെന്ന് വെച്ചിട്ടേ. കുഞ്ഞിക്കാണെങ്കിൽ ബീട്രൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ 2 ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് തോരൻ വെക്കാം. അത് നിറഞ്ഞ് മോട്ടർ ഓഫ് ആകട്ടെ. മീനിടാവേ. ഗൈസ്, നമ്മുടെ അങ്ങനെ തോരനുള്ളത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തോരനും വെക്കാം. തോരൻ്റെ അരിഞ്ഞൊക്കെ വെച്ചു. ചട്ടി ചൂടായി. എണ്ണ റെഡിയായി കേട്ടോ. ഇതാണ്ട് നല്ല തേങ്ങ അരച്ച മീൻകറി. വെള്ളം ചൂടാക്കാൻ വെച്ചു. ഇവിടെ എല്ലാവർക്കും ഈ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കുക്കുമ്പർ എപ്പോഴും അമ്മയൊക്കെ മേടിക്കും, പച്ചക്കറി മേടിക്കുമ്പോൾ. അപ്പോൾ ഒരു കുക്കുമ്പറും പിന്നെ ഒരു ഉള്ളിയും വെച്ചിട്ട് ഒരു ചെറിയൊരു സാലഡ്. അടുക്കളയിലെ പണി ഒരുവിധമൊക്കെ റെഡിയായി. ഇനി 2-3 പാത്രം ഉണ്ട്, അവിടെ കഴിയുമ്പോൾ പിന്നെ ഈ സാലഡും ഒന്ന് ഉണ്ടാക്കണം. ഇതൊന്നും ഇല്ല, ഒന്ന് ജസ്റ്റ് വട്ടത്തിൽ എരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെച്ചാൽ മതി. അതേ ഉള്ളു പണി. പിന്നെ ഇന്ന് സിമുക്കുട്ടി ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ വെള്ളം ചൂടാക്കി വെച്ചു. നമ്മുടെ ഇവിടെ ഹീറ്റർ ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ ചൂടാക്കി ബക്കറ്റിൽ നിറച്ച് വെച്ചു. അവളൊന്ന് കുളിപ്പിച്ചിട്ട് അവൾക്കുള്ള ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ അമ്മയാണ് അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. സിമുക്കുട്ടിക്കാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതേപോലെ ബാത്റൂമിൽ കൊണ്ട് അവളെ ഇരുത്തിയിട്ട് വീൽ ചെയറിലാണ് ഇരുത്തിയേക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ കൈയിട്ട് പൈപ്പിലെ വെള്ളത്തിലിങ്ങനെ ടച്ച് ചെയ്തിങ്ങനെ നിൽക്കുക. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ പിന്നെ ആ ഗ്യാപ്പ് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി തറയിൽ കമ്പിളിയൊക്കെ വിരിച്ച് പായുമൊക്കെ വിരിച്ച് ഒന്ന് സെറ്റാക്കി വെച്ചു. അതിന് ശേഷം വേണം ഇനി കുളിപ്പിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവളെ പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് കട്ടിലെ കൊണ്ട് കിടത്താനും അങ്ങനെയൊക്കെ പറ്റും. ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് നല്ലതായിട്ട് ഈ ഭാഗത്തൊന്നും ഉണങ്ങിയിട്ടില്ല. ഈ ഭാഗമൊക്കെ ഉണങ്ങാൻ
അങ്ങനെ അവളുടെ റൂം നീറ്റാക്കിയിട്ടുണ്ട്, കുളിപ്പിച്ച് സുന്ദരിയാക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കൊടുക്കണം അവൾക്ക്. അപ്പം ഞാനൊരു പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് പോയിട്ട് അവൾക്കുള്ളതൊക്കെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അരച്ചാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. ലൈറ്റ് ഇടട്ടെ. ഓൾറെഡി തുറന്ന് വെച്ചിരുന്നു, തണുപ്പൊക്കെ മാറില്ല, ചൂട് മാറാൻ വേണ്ടിയിട്ട്. സോറി, അത് അരയ്ക്കാം നമുക്ക്. ഇങ്ങനെ അരച്ചു കൊടുക്കുവേ. അങ്ങനെ സിമിക്ക് ഫുഡ് കൊടുത്ത് കുഞ്ഞിക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ അച്ഛന് കഴിച്ചിട്ട് വേണം കടയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ചോറും തോരനും പിന്നെ നമ്മുടെ തേട് കറിയും സാലഡ് ഞാൻ വട്ടത്തിലരിയുന്നതിന് പകരം ഇങ്ങനെ കുനുകുന അരിഞ്ഞ് വെച്ചേട്ടോ. ഒരു എളുപ്പബുദ്ധി നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഒരു വാലിനൊരു പീസ്, അപ്പോൾ സെബിനാച്ചനാണെങ്കിൽ തലയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തല പീസ് ഇഷ്ടമല്ല. എനിക്ക് മുമ്പ് ഈ തേർഡ് കാണുമ്പം തന്നെ അറപ്പായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മോന്ത പോലും ഞാൻ ക്യാമറയിൽ നോക്കുന്നില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. എൻ്റെ ഐലൈനർ വരെ കണ്ണിൻ്റെ മണ്ടയിൽ പറ്റിയിരിക്കുന്നു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ മണ്ടയിൽ ഐലൈനർ ഇങ്ങനെ ഇരിപ്പോട്ടായിരുന്നു. പക്ഷെ അതേപോലെ ഒന്നും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. സോ ഫുള്ള് തിരക്കും കാര്യവും ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. ശേഷം ലുട്ടാപ്പിക്കുള്ള ചോറ് കൊടുക്കണം. അപ്പോൾ അവനുള്ള ചോറുമായിട്ട് ഞാൻ അവൻ്റെ അടുത്തോട്ട് പോകണം. പക്ഷെ അവരെ നോക്കിയപ്പോൾ ഒന്നും അവനെ കാണുന്നില്ലായിരുന്നു. കുറേ നേരം ഞാൻ ലുട്ടാപ്പി എന്ത് ചെയ്യടാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവൻ്റെ ഒരു അനക്കം പോലും ഇല്ല. മറ്റേത് വിളിക്കുമ്പോഴേ ഓടി വരും. പിന്നെയും വിളിച്ച് അപ്പം നോക്കിയപ്പോൾ കാറിൻ്റെ ഇടയിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ചോറ് കഴിക്കുക, ഒഴിവാ കഴിക്കേറെ വന്നു കഴി. സെബിന ചാച്ചൻ കടയിൽ പോവാണ്. അപ്പം ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. എൻ്റെ ബാക്കിലുണ്ട്, വരുന്നതേ ഉള്ളൂ. വയറ് നിറഞ്ഞിട്ടാന്ന് തോന്നുന്നു, നടക്കാൻ വയ്യ. ഒക്കെ വരാൻ കുറച്ച് ലേറ്റാവും, നല്ല ദൂരമുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഒരു വൈകുന്നേര സമയമൊക്കെ ആവും, ഒരു വൈകുന്നേരം ഒരു 3-4 മണിയൊക്കെ ആവുമായിരിക്കും വരാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണമെന്ന് പ്രതീക്ഷ കൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.